എല്ലാവർക്കും എഫോർട്ട് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളും എറണാകുളത്ത് നടക്കുന്ന സൂപ്പർ റിയാലിറ്റി എക്സ്പോ കാണാൻ പോയി. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ഒന്നുമില്ലല്ലോ. എന്നാണേലും നമുക്ക് അകത്തോട്ട് കയറാം. വാ. ഓയ്യോ എത്ര ദിനോസറാ നോക്കി. അടിപൊളിയാ കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിക്കാവേ. ഇതൊരു മയില്. ഇതെല്ലാം ഇങ്ങനെ റോബോട്ടിക് ആയിട്ടാ കേട്ടോ. അല്ലെ ഇങ്ങനെ അനങ്ങയും അല്ലേ, നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. ഓരോരോ ശബ്ദങ്ങളും എല്ലാം ഉണ്ട്. ചിങ്കുവിനെല്ലാം പേടിയാട്ടോ. ഇതിനൊക്കെ പേടിയാ ചിങ്കു. വവ്വാല് കിടക്കുന്നു. കറക്റ്റ് അതേ ഷേപ്പ് അല്ലേ. മുട്ടക്കകത്തുനിന്ന് വന്നേക്കുന്നു. പാമ്പ്. പാമ്പല്ല, ദിനോസറിന്റെ. ഇനിയാണ് മെയിൻ സംഭവം. ചിങ്കു പേടിച്ച് നിൽക്കുക. അയ്യോ, എനിക്ക് അടുത്ത് നിൽക്കുക. ചിങ്കു ആടെ പേടിച്ചു പോകുന്നു. അതുകൊള്ളാം അല്ലേ. ചിങ്കു പേടിച്ചാ നിൽക്കുന്നേ. ആടെ പോകുന്നു ചിങ്കു. ചിങ്കു പേടിച്ചു പോകുന്നു. ഈ അമ്മച്ചിയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തെ താരം. അതെ അമ്മച്ചി അടിപൊളി ഗ്ലാസ് ഒക്കെ വെച്ച്. പിന്നെ ഇത് ഇരിക്കുന്നവരില്ലേ, അവരാ കേട്ടോ ഈ റോബോട്ടിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നേ. ഇത് ഈ കാണുന്ന ക്യൂ ഡോമിൽ കയറാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അങ്ങനെ നമ്മളും അകത്ത് കയറി. എന്റെ പൊന്നെ, നമ്മൾ വേറെ ലോകത്ത് എന്ന പോലെ കേട്ടോ. അവരിങ്ങനെ ഓരോ ലൈനായിട്ട് ഇങ്ങനെ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആ ഒരു വശത്തോട്ട് ഇങ്ങനെ തിരിച്ചു നിർത്തുക കേട്ടോ. പക്ഷെ നമുക്ക് എവിടെ നോക്കണോന്നാവോ അല്ലേ. അതെ മോളി നോക്കണോ. അതാ പ്രൊജക്ടർ കേട്ടോ. അതാണ് പ്രൊജക്ടർ. അത് 5-6 പ്രൊജക്ടർ ഉണ്ട്. ആ പ്രൊജക്ടറിൽ നിന്നാണ് ഈ റൗണ്ടിൽ ഈ സാധനം വരുന്നത്. നല്ല അടിപൊളി സൗണ്ടും എല്ലാം കിടിലാണ് കേട്ടോ. അല്ലേ. ഷോ തുടങ്ങിയേ. അയ്യോ, ആക്ച്വലി ഷോ ഇങ്ങനെയല്ല കേട്ടോ തുടങ്ങുന്നത്. നല്ല രസമായിട്ടാണ് തുടങ്ങുന്നത്. നമുക്കിത് ഫുൾ വീഡിയോ ഇതിന്റെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ പിന്നെ അവിടെ പോയി തന്നെ കാണണം. അത് ഇങ്ങനെ കാണുമ്പോ എത്ര എഫക്ട് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതെ പേടിക്കുന്നുണ്ടോ? അയ്യോ, നമ്മളിങ്ങനെ കറങ്ങുന്ന പോലൊക്കെ തോന്നുന്നില്ലേ. മറ്റേ എനിക്കുണ്ടല്ലോ മറ്റേ നമ്മൾ അലാവുദ്ദീൻ അത്ഭുതവിളക്കില് മറ്റേ പായ പോകൂല, അതുപോലെ പോകുന്നവരെ നമുക്ക് ഫീൽ ചെയ്യുക. ചിങ്കുവാണ് ഇടയ്ക്ക് മറിഞ്ഞു വിടാൻ തുടങ്ങിയില്ലേ. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. പറ്റുന്നവരൊക്കെ വന്ന് നേരിട്ട് കാണണം കേട്ടോ. ഇവിടെയാണെങ്കിലും എവിടെ ഇതുണ്ടെങ്കിലും പോയി കാണുക അല്ലേ. എല്ലാരും ഇത് കണ്ടു ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ. ചിങ്കു ഹാപ്പി അല്ലേ? പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ സാധാരണ എക്സിബിഷനൊക്കെ കാണുന്ന പോലെ തന്നെ ബുക്ക് സ്റ്റാള്, അതുപോലെ തന്നെ പഴയ മിഠായികള്, കളിപ്പാട്ടങ്ങള്, വള, മാല. ഇതേ ഒരാളൊരു സാധനത്തെ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് ഒരെണ്ണം എടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ. സെറ്റാക്കിയല്ലോ. ഇത് പഴയ കാല മിഠായികള്. ചിങ്കു ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ ചിങ്കു? ഇല്ല, തേൻമിഠായി മാത്രം കഴിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് ഫുഡ് കോർട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് അതൊക്കെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണണേ. ടാറ്റാ.